എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസരം ഇന്ന് അവസാനിക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 2025 മാർച്ച് മാസത്തിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സ്കൂൾ വഴിയാണ് വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, അല്ലാതെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഇപ്പോൾ പല വിദ്യാർത്ഥികളും ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധിക്കുന്നതല്ല, സ്കൂൾ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കാരണം വിദ്യാർത്ഥികളുടെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ സ്കൂളിൽ നിന്നാണ് ചെയ്യുന്നത്, അത് പ്രിൻസിപ്പാളാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്ഷയ വഴിയോ മറ്റോ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് പോകുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഫോം സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷാ ഫീസ്, അതായത് ഈ ഒരു സേ പരീക്ഷയാണെങ്കിൽ 150 രൂപയാണ് തിയറി പേപ്പറിന്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ വിഷയത്തിന് 175 രൂപയാണ് ഫീസ് വരിക. അതുപോലെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണെങ്കിൽ 500 രൂപയാണ് വരിക. അതുപോലെ കോമൺ ആയിട്ട് സർട്ടിഫിക്കറ്റ് ഫീസ് വരുന്നത് 40 രൂപയാണ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നഷ്ടമാവുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെയ് 28, 29 തീയതികളായിട്ട് 600 രൂപ ഫൈനോടുകൂടിയും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ അപേക്ഷ നിങ്ങൾ കൃത്യമായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ +1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗം, അതുപോലെ തന്നെ +2 കമ്പാർട്ട്മെൻറ്റ് വിഭാഗം, അതുപോലെ +2 റെഗുലർ വിഭാഗത്തിൽ ഈ ഒരു ഫെയിൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് +2 സേ പരീക്ഷയും, അതുപോലെ തന്നെ +2 റെഗുലർ വിഭാഗത്തിൽ ജയിച്ച വിദ്യാർത്ഥികൾക്ക് +2 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും എഴുതാവുന്നതാണ്. സേ പരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾ തോറ്റിട്ടുള്ള എല്ലാവിധ സബ്ജക്റ്റും സേ പരീക്ഷയ്ക്ക് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. ഇംപ്രൂവ്മെൻ്റ് ആകുമ്പോൾ വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് +2 പരീക്ഷയിൽ ജയിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനകം നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.